കൃഷ്ണ പൂജപ്പുര കഥ, തിരക്കഥ, സംഭാഷണം എഴുതി ജയൻ കെ നായർ സംവിധാനം ചെയ്ത ചിത്രമാണ് ഹലോ നമസ്തേ. പഴയ കൊച്ചിയിലെ ഒരു കർഷകനാണ് മോഹനൻ. തൊഴിലാളികളെ ഭക്ഷണം കഴിക്കാൻ അയച്ച് ഭാര്യ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുകയാണ് അദ്ദേഹം. കൂടെ ഫേവറേറ്റ് ഐറ്റമുണ്ട്, മധുരമുള്ള ചക്കപ്പഴം. കുരു കളഞ്ഞു കൊണ്ടുവന്നതാണ്. പക്ഷേ ഒരു കുരു ഒരു ചുളയിൽ അറിയാതെ പെട്ടുപോയി. ചാറ്റൽ മഴയുള്ള ആ സമയത്ത് ആ കുരു ഒരേറ്. ചക്കക്കുരു വെറുതെ ഇരിക്കുമോ? അതങ്ങ് മുളച്ചു പൊങ്ങി. പിന്നീട് ഈ പ്ലാവ് കഥയിലെ ഒരു കഥാപാത്രമാകുന്നത് കാണാം. കാലങ്ങൾ കടന്നുപോയി. ഇത് പഴയ കൊച്ചിയല്ല, പുതിയ കൊച്ചി. കൊച്ചിയിലെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുകിടക്കുകയാണ് ഹലോ FM-ലെ RJ മാധവ്. സ്റ്റുഡിയോയിൽ MD ജയമോഹനൻ സാർ ടെൻഷനിൽ ചോദിക്കുന്നുണ്ട്, അവൻ വന്നില്ലേ എന്ന്. RJ ജെറി കാത്തു നിൽക്കുകയാണ്. ജെറിയും ചോദിക്കുന്നുണ്ട്, ഡാ നീ എവിടെ എത്തിയെന്ന്. ബ്ലോക്കിൽ കുടുങ്ങിയെന്ന് RJ മാധവ്. ഷോ തുടങ്ങാൻ 4 മിനിറ്റേ ഉള്ളൂ എന്ന് ജെറി. ഇതിനിടയിൽ ഷോ മുടങ്ങിയാൽ പിരിച്ചുവിടുമെന്ന MD ജയമോഹനൻ സാറുടെ ഭീഷണിയും. പക്ഷേ അതവർ കാര്യമാക്കുന്നില്ല. അതിന് കാരണവുമുണ്ട്. ഓൺ എയർ സെറ്റ് ചെയ്യാൻ പറയുകയാണ് മാധവ്. ഞാൻ OB മൊബൈലിൽ പോവുകയാണെന്ന്. ഹലോ നമസ്തേ ഷോ മുടങ്ങുന്നില്ല. കൃത്യസമയത്ത് RJ മാധവും RJ ജെറിയും തുടങ്ങിയിരിക്കുന്നു. കൊച്ചിയിലെ ട്രാഫിക് ബ്ലോക്കാണ് കണ്ടന്റ്. ട്രാഫിക് ബ്ലോക്കിന്റെ കാരണവും റോഡിന്റെ ശോചനീയാവസ്ഥയുമെല്ലാം വിഷയമാക്കി പബ്ലിക് ഒപ്പീനിയൻ ബൈറ്റ് എടുത്ത് ഷോ റണ്ണിംഗ് ആയി. MDയും ഹാപ്പി. ഒടുവിൽ RJ മാധവ് മേയറെ വിളിക്കുന്നു. കൊച്ചിയിലെ ട്രാഫിക് ബ്ലോക്കിനെ കുറിച്ച് സംസാരിക്കുന്നു. 25 ദിവസത്തിനുള്ളിൽ റോഡ് നന്നാക്കിയിരിക്കുമെന്ന് മേയറിന്റെ ഉറപ്പ് ലഭിക്കുന്നതോടെ ഇന്നത്തെ ഹലോ നമസ്തേ പൂർണ്ണമാകുന്നു, സക്സസ് ആയിരിക്കുന്നു. സ്റ്റുഡിയോയിൽ RJ മാധവിന് അഭിനന്ദന പ്രവാഹം. MD ജയമോഹനൻ സാറിന്റെ ടെൻഷൻ എല്ലാം മാറിയിരിക്കുന്നു. എന്നാൽ ശമ്പളം ഒരുമിച്ച് നൽകാനില്ല, 3 പാർട്ടായിട്ട് നൽകാം എന്ന്, അതും ചെക്കായിട്ട്. മനസ്സില്ലാ മനസ്സോടെ അവർ ചെക്ക് വാങ്ങുന്നു. 5 വയസ്സുകാരി ആമിന ഹലോ FM-ന്റെ സ്ഥിരം ശ്രോതാവാണ്. പക്ഷേ ആ കുഞ്ഞ് ഹൃദ്രോഗത്തെ തുടർന്ന് ആശുപത്രിയിലാണ്. അവരുടെ ചികിത്സാ സഹായത്തിനായി CM-നെ വെച്ച് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ CM-ന് പറഞ്ഞ ഡേറ്റിന് വരാൻ പറ്റില്ലത്രേ. അതുകൊണ്ട് പ്രോഗ്രാം മാറ്റിവെക്കണമെന്നാണ് MD പറയുന്നത്. എന്നാൽ പറ്റില്ലെന്ന് മാധവും ജെറിയും പറയുന്നു. ഉടൻ ആമിനമോളുടെ ഉപ്പയുടെ കോൾ വരികയാണ്. ലൗഡ് സ്പീക്കറിൽ അവരുടെ ശബ്ദം കേട്ടതോടെ 3 പേരുടെയും എനർജി ഇരട്ടിയായി. CM ഇല്ലെങ്കിലും പറഞ്ഞ ഡേറ്റിന് പ്രോഗ്രാം നടത്തുമെന്ന് 3 പേരും തീരുമാനിക്കുന്നു. മാധവ് ഭാര്യ പ്രിയെ വിളിക്കുകയാണ്. നല്ല ബേക്കറാണ് പ്രിയ. ജെറിയുടെ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ കല്യാണത്തിന് മൂവാറ്റുപുഴയിൽ പോവുകയാണ് എന്ന് പറയാനാണ് മാധവ് വിളിച്ചത്. കല്യാണത്തിന് ഗിഫ്റ്റ് വാങ്ങാൻ അബുവിനെ പറഞ്ഞു വിടുകയാണ്. അന്നയുടെ വീടാണിത്. ജെറിയുടെ പഴയ കാമുകിയാണ് അന്ന. കല്യാണ തലേന്നാണ്. ജെറി കൂട്ടുകാരെ അന്നയ്ക്ക് പരിചയപ്പെടുത്തുന്നു. അവർ നൽകിയ ഗിഫ്റ്റ് ബോക്സ് തുറക്കുകയാണ് അന്ന. തുറന്നപ്പോൾ ഒരു ടൈം പീസ്. അബു പറ്റിച്ച പണിയാണിത്. അന്നയുടെ ഇച്ചായനാണിത്. ഇച്ചായനോട് ആമിനമോളുടെ ചികിത്സയുടെ കാര്യം പറഞ്ഞ് കോൺട്രിബ്യൂഷനും വാങ്ങുന്നുണ്ട് ഇവർ. പപ്പു ജോസഫ് താടിക്കാരൻ, അന്നയെ കെട്ടാൻ പോകുന്ന പൊങ്ങച്ചക്കാരൻ, റിട്ടേൺസ് പ്രതീക്ഷിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പക്ക ബിസിനസ്സുകാരൻ. അന്നയ്ക്ക് നെക്ലേസ് സമ്മാനിച്ച് അതിന്റെ വില എത്രയാണെന്ന് പരസ്യമായി പറയുകയാണ് ആശാൻ. ഇതിനെ 4,32,15 ആയി. അബുവിനെയും ജെറിയെയും മാധവിനെയും പരിചയപ്പെടുത്തുകയാണ് അന്ന. പപ്പുവിന്റെ പെരുമാറ്റം കണ്ട് കലിപ്പ് തോന്നിയ മാധവ് ആ മരങ്ങോടനെ അന്നയുടെ തലയിൽ കെട്ടിവയ്ക്കാതിരിക്കാൻ വഴി ആലോചിക്കുകയാണ്. ജെറിയെ മാധവ് പിരികേറ്റുന്നുമുണ്ട്. ഒടുവിൽ അന്നയെ കൂടെ കൂട്ടാൻ വരെയുള്ള ഉപദേശം പരോക്ഷമായി മാധവൻ നൽകുമ്പോൾ ജെറി ആ വഴിക്ക് ആലോചിക്കുകയാണ്. അന്നയുമായി സംസാരിക്കുന്നു. അന്ന ആദ്യം സമ്മതിക്കുന്നില്ല. ഒടുവിൽ സമ്മതിച്ചു. കല്യാണ തലേന്ന് അന്ന ഒളിച്ചോടുകയാണ്. വീട്ടിൽ അന്നയെ കാണാതെ അന്വേഷിക്കുന്ന അന്നയുടെ നാത്തൂൻ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. അന്ന ഒളിച്ചോടിയത് പപ്പുവും CCTV-യിൽ കാണുന്നു. അവർ മാധവിന്റെ വീട്ടിലേക്ക്. വാതിൽ തുറന്ന പ്രിയ പെട്ടെന്ന് ഒരു പെണ്ണിനെ കണ്ടതുപോലെ. മാധവും ജെറിയും കാര്യം പറയുകയാണ്. പ്രിയ പ്രാക്ടിക്കലായി ചിന്തിക്കുന്നയാളാണ്. അതിനാൽ തന്നെ കുറച്ച് സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. വീട്ടിൽ അറിയിക്കാതെ വന്നതിലുള്ള ഭാവി പ്രശ്നങ്ങൾ പറയുകയാണ് പ്രിയ. ഉടൻ അന്ന പപ്പുവിനെ വിളിച്ച് ക്ഷമ പറഞ്ഞ് കാര്യം പറയുകയാണ്. പപ്പുവിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അന്നയുടെയും ജെറിയുടെയും ബന്ധം അംഗീകരിച്ച് പ്രിയയും മാധവനും അവരെ സ്നേഹത്തോടെ ആ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കുന്നു. 2 കുടുംബങ്ങൾ ഒരു വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന കാഴ്ച. മാധവിനെയും പ്രിയയെയും ഇനി ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന വിചാരത്തിൽ ജെറിയും അന്നയും ഒരു വാടക വീടെടുത്ത് മാറാൻ ആലോചിക്കുകയാണ്.
എന്നാൽ തൽക്കാലം ഇവിടെ തുടരാൻ പറയുകയാണ് മാധവ്. ഹലോ FM-ൽ ഒരു ആഡ് ചെയ്യാനുണ്ട്. MD മാറ്റർ നൽകുകയാണ്. ID ഫിക്സ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വില്ല പ്രൊജക്ടിന്റെ പരസ്യമാണ്. 45 ലക്ഷം രൂപയുടെ വില്ലയ്ക്ക് ലോൺ സൗകര്യം ലഭ്യമാണ്. ഇതാണ് കണ്ടന്റ്. കൊള്ളാമല്ലോ, എന്തുകൊണ്ട് നമുക്ക് അന്വേഷിച്ചുകൂടാ? ID ഫിക്സിന്റെ ഓഫീസിലേക്ക് ജെറിയും മാധവും ഒട്ടും വൈകാതെ ഇരുവരും അടുത്തുതന്നെ 2 വില്ലകൾ വാങ്ങുന്നു. 2 കുടുംബങ്ങളും പുതിയ വീട്ടിലേക്ക്. സത്യം ചാനലിലെ റിപ്പോർട്ടർ ഷാഹിദയും ID ഫിക്സിന്റെ വില്ലയിലാണ് താമസിക്കുന്നത്. ഷാഹിദയും ഭർത്താവ് അൻവറും പുതിയ വീട്ടുകാരെ സന്ദർശിക്കുന്നു. മാധവിന്റെയും ജെറിയുടെയും വീടിന്റെ നടുവിൽ മതിലിനോട് ചേർന്ന് ജെറിയുടെ വീടിന്റെ മുറ്റത്ത് ഒരു പ്ലാവ് നിൽക്കുന്നത് കാണാം. ഈ പ്ലാവ് കഥയിലെ വില്ലനാകുന്നത് നമുക്ക് പിന്നീട് കാണാം. ശോഭ ചേച്ചിക്ക് ഇതിന്റെ ഇലയും ചക്കക്കുരുവുമെല്ലാം വാരിക്കളയുന്നത് തന്നെ വലിയ ജോലിയാണ്. കറിയാച്ചൻ സാർ പുതിയ താമസക്കാരെ പരിചയപ്പെടാൻ വന്നതാണ്. ചെറിയ കച്ചവട ബുദ്ധിക്കാരനും കുത്തിത്തിരിപ്പുകാരനുമൊക്കെയാണ് കറിയാച്ചൻ. വില്ല കൊടുക്കാൻ പ്ലാനുണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഇത് പ്രിയയ്ക്ക് അത്ര ദഹിച്ചില്ല. അന്ന തിരക്കിട്ട് ഓഫീസിലേക്ക് പോവുകയാണ്. കമ്പനിയിൽ HR മാനേജറാണ് അന്ന. താനുണ്ടാക്കിയ പുതിയ തരം കേക്ക് അന്നയെ കാണിക്കാൻ ഓടി വരികയാണ് പ്രിയ. എന്നാൽ ഓഫീസിലെത്തേണ്ടതുകൊണ്ട് അന്ന കാറിൽ കയറി പോകുന്നു. ശരി, എന്നാൽ ഷാഹിദയെ കാണിച്ചേക്കാം. ഷാഹിദ പ്രിയയുടെ കേക്ക് ഡിസൈനിനെ അഭിനന്ദിക്കുന്നു. എന്നാ പിന്നെ ഒരു സെൽഫിയുമാകാം. ശോഭ ചേച്ചിയും കൂടി. ക്ലിക്കിന് മുമ്പ് അത് സംഭവിച്ചു. കഥയിലെ വില്ലൻ പ്ലാവിൽ നിന്നും ഒരു പഴുത്ത ചീഞ്ഞ ചക്ക നേരെ താഴെ കേക്കിലേക്ക്. പ്ലാവ് ഒരു പാരയാകുന്നതുകൊണ്ട് അതിന്റെ കൊമ്പ് മുറിച്ചു കളയാൻ സഹായം ചോദിക്കുകയാണ് പ്രിയ. ആരെയും കിട്ടിയില്ല. ലാഡർ വെച്ച് താൻ തന്നെ മുറിച്ചേക്കാം എന്ന് പ്രിയ. എന്നാൽ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് ശോഭ ചേച്ചി വരുന്നു. ലാഡറിൽ കയറുന്നു. അത് തെന്നി 2 പേരും താഴെ. പ്രിയ വീണ കാര്യമറിഞ്ഞ് കാണാൻ എത്തുകയാണ് അന്നയും ജെറിയും. പ്ലാവ് ശല്യമാണെങ്കിൽ അത് വെട്ടിക്കളഞ്ഞേക്കാമെന്ന് ജെറിയും അന്നയും പറയുന്നുണ്ട്. നാളെ താജ് ഹോട്ടലിൽ ഒരു ഡിന്നർ പാർട്ടിയും അവർ പ്ലാൻ ചെയ്തു. 4 പേരും ഓക്കെ. മുറ്റത്ത് പഴുത്ത ചക്ക വീണ് വൃത്തികേടാകുന്നത് കണ്ട് അസ്വസ്ഥയാകുന്ന പ്രിയ. ഇത് കണ്ടുവരുന്ന ജെറിയും അന്നയും. ഇതിനിടയിൽ കറിയാച്ചൻ കുത്തിത്തിരിപ്പുമായി വരുന്നുണ്ട്. മരം മുറിക്കാൻ ആളെ വിളിക്കുകയാണ് ജെറി. ജെറിയുടെ മുറ്റത്താണ് പ്ലാവ് നിൽക്കുന്നത്. ഹലോ FM-ൽ മീറ്റിംഗ് നടക്കുന്നു. ജെറിക്ക് അന്നയുടെ കോൾ. ഒരു സർപ്രൈസ് ഉണ്ടത്രേ. അന്ന ഗർഭിണിയായ കാര്യമായിരിക്കും സർപ്രൈസ് എന്ന് എല്ലാവരും ഊഹിക്കുന്നു. വീട്ടിലെത്തിയ ജെറിയെ കാത്തിരുന്നത് മറ്റൊരു സർപ്രൈസ്. അന്നയുടെ ഇച്ചായനും ഭാര്യയും വന്നിരിക്കുന്നു. നിറഞ്ഞ മനസ്സോടെ ഇവരുടെ ബന്ധം അംഗീകരിച്ച് വന്നിരിക്കുകയാണ് ഇച്ചായൻ. ആ പപ്പുവിനെ കൊണ്ട് അന്നയെ കെട്ടിക്കാത്തത് നന്നായി എന്നാണ് ഇച്ചായൻ പറയുന്നത്. ഇതെന്റെ അളിയനാണെന്ന് പറഞ്ഞ് ആ എച്ചി കണക്ക് പറയുന്നവനെ ആർക്കെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? ഇന്ന് തന്നെ മൂവാറ്റുപുഴയിലെ അന്നയുടെ വീട്ടിൽ ഒരു റീയൂണിയൻ പാർട്ടി ഒരുക്കിയിട്ടുണ്ട്. ഉടൻ പുറപ്പെടണമെന്നാണ് ഇച്ചായൻ പറയുന്നത്. എന്നാൽ മാധവും പ്രിയയും എല്ലാമൊത്ത് ഇന്ന് താജ് ഹോട്ടലിൽ പാർട്ടി ഒരുക്കിയ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും ഇച്ചായൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയാണ് അവരെ. ഡിന്നർ പാർട്ടിക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് മാധവും പ്രിയയും. ഇതിനിടയിൽ അന്ന ഗർഭിണിയാണെന്ന കാര്യം പ്രിയയോട് പറയുന്നുണ്ട് മാധവ്. ഈ സമയം ജെറിക്കും അന്നയ്ക്കും അന്നയുടെ വീട്ടിൽ വൻ സ്വീകരണം. ജെറിയുടെ ബന്ധുക്കൾ മുംബൈയിലാണ്. പുതിയ ബന്ധുക്കളെ കിട്ടിയതിലും തങ്ങളുടെ ബന്ധം അന്നയുടെ വീട്ടുകാർ അംഗീകരിച്ചതിലുമുള്ള സന്തോഷത്തിലാണ് ജെറി. ജെറിയും അന്നയും പോയതറിയാതെ അവരെ വീട്ടിൽ അന്വേഷിക്കുകയാണ് മാധവും പ്രിയയും. ഡിന്നർ പാർട്ടി ഇന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോൺ വിളിച്ചിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല. അന്ന ഗർഭിണിയാണെന്ന് പറഞ്ഞത് കേട്ടല്ലോ. ആശുപത്രിയിൽ പോയതായിരിക്കുമോ എന്നാണ് പ്രിയ ആശങ്കപ്പെടുന്നത്. ഇവരുടെ ടെൻഷൻ അറിയാതെ അന്നയും ജെറിയും ആഘോഷത്തിലാണ്. പെട്ടെന്ന് ജെറിയുടെ കോൾ വരുന്നു. ആഘോഷത്തിമിർപ്പിൽ താൻ അന്നയുടെ വീട്ടിലാണെന്ന് പറഞ്ഞ് ജെറി ഫോൺ കട്ട് ചെയ്യുന്നു. ഇത് കേട്ട പ്രിയയുടെ മട്ടും ഭാവവും മാറുന്നു. അസ്വസ്ഥയായ പ്രിയയെ മാധവ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്നയെയും ജെറിയെയും ന്യായീകരിച്ച് രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുമ്പോഴും പ്രിയ കൂടുതൽ അസ്വസ്ഥയാകുന്നത് കാണാം. ഇതിനിടയിൽ പ്ലാവിന്റെ കൊമ്പും മുറിക്കാത്തതിന്റെ അസ്വസ്ഥതയും പ്രകടിപ്പിക്കുന്നുണ്ട് പ്രിയ. ജെറിയും അന്നയും ചെയ്തത് തെറ്റാണെന്ന് മാധവിനെ കൊണ്ട് പറയിപ്പിക്കുന്നു. കോളിംഗ് ബെൽ അടിക്കുന്നു. ജെറിയാണ്. വാതിൽ തുറക്കുമ്പോൾ ഇച്ചായനും ഭാര്യയുമുണ്ട്. താൻ ഇവരെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയതാണെന്ന് പറഞ്ഞ് ഇച്ചായൻ സോറി പറയുകയാണ്. ഇവിടെ പ്രിയ വീണ്ടും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു. എന്നാൽ ക്യാൻസലായ ഡിന്നർ പാർട്ടി നാളെ നടത്താമെന്നും താനും കൂടാമെന്നും ഇച്ചായൻ പറയുമ്പോൾ പ്രിയ കേക്ക് ഓർഡറുണ്ട്, നാളെ പറ്റില്ല എന്ന് പറയുന്നു. എന്നാൽ അന്ന റിക്വസ്റ്റ് ചെയ്ത് സമ്മതിപ്പിക്കുന്നു. നാളെ ഇച്ചായനോടൊപ്പം ഡിന്നർ പാർട്ടി.
ഇച്ചായൻ ഒരു ഗിഫ്റ്റ് മാധവന് നൽകുകയാണ്. മുന്തിരി കൊണ്ടുണ്ടാക്കിയതാണെന്ന്. എന്നാൽ ഇതൊന്നും ഇവിടെ കഴിക്കാറില്ല എന്നു പറഞ്ഞ് പ്രിയ തടയുന്നു. ഗിഫ്റ്റ് ഇച്ചായൻ തിരിച്ചു കൊണ്ടുപോകുന്നു. ഈ സംഭവം അന്നയെ വിഷമിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞിട്ട് പോകേണ്ടതായിരുന്നു എന്ന് ജെറി. എന്നാൽ ഇച്ചായൻ സോറി പറഞ്ഞില്ലേ എന്ന് അന്നയും പറയുന്നു. നമ്മുടെ പ്രതികരണം കുറച്ചു മോശമായി പോയില്ലേ എന്ന് പറയുന്ന മാധവിനോട് നാളത്തെ പാർട്ടിയിൽ അത് നികത്താം എന്ന് പറയുകയാണ് പ്രിയ. ഇച്ചായനുമൊത്ത് ഒരു അടിപൊളി ഡിന്നർ പാർട്ടി. അന്നയുടെ മുഖം വാടിയിരിക്കുന്നത് കാണാം. ഇച്ചായൻ വൈൻ ഓർഡർ ചെയ്യുന്നു. കൂടുന്നവർക്ക് കൂടാം എന്ന്. എന്നാൽ ഇച്ചായൻ ഒറ്റയ്ക്ക് കഴിക്കേണ്ട, അഡിക്ഷനാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും എന്ന് അന്ന ഒരു കുത്തിപ്പറച്ചിൽ. രംഗം വഷളാകുന്നതിന്റെ സൂചന. എന്നാൽ ഒറ്റയ്ക്ക് കഴിക്കണ്ട എന്ന് പറഞ്ഞ് ജെറിയും മാധവും വൈൻ ഓർഡർ ചെയ്യുന്നു. അപ്പോൾ ഇന്നലെ കഴിക്കില്ല എന്ന് പറഞ്ഞത് നുണയായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് ഇച്ചായന്റെ ഭാര്യ. അന്ന അതിനും കമന്റ് പറഞ്ഞ് പരിഭവം പ്രകടമാക്കുന്നു. പിറ്റേ ദിവസം സ്റ്റുഡിയോയിൽ ആർജെകളുടെ പെർഫോമൻസ് ഡള്ളായതായി MD മനസ്സിലാക്കുന്നു. രാത്രി പ്രിയയുടെ വീടിന്റെ മുറ്റത്ത് ഒരു പഴുത്ത ചക്ക വീഴുന്നു. രാവിലെ അംഗത്തിനായി പ്രിയ അന്നയെ വിളിക്കുന്നു. ബഹളം കേട്ട് ജെറിയും മാധവും എത്തുന്നു. പ്ലാവ് മുറിച്ചു മാറ്റാനാണ് പ്രിയ പറയുന്നത്. എന്നാൽ മുറിക്കാൻ ആളെ കിട്ടാനില്ല എന്ന് ജെറിയും. ഇതിനിടയിൽ കുത്തിത്തിരിപ്പുമായി വീണ്ടും കറിയാച്ചൻ എത്തുന്നുണ്ട്. ഇതുവരെ ക്ഷമയോടെ നിന്ന മാധവും ജെറിയും പ്രശ്നത്തിൽ ഇടപെടാനും സംസാരിക്കാനും തുടങ്ങി. ഇതിനിടയിൽ ഒരു പഴുത്ത ചക്ക മതിലിൽ വന്ന് വീഴുന്നു. പ്രിയയുടെ മുഖത്ത് തെറിക്കുന്നു. ഇത് കണ്ട് പരിഹസിച്ച അന്നയുടെ മുഖത്തേക്ക് വാരിയെറിയുന്നു പ്രിയ. പ്രശ്നം രൂക്ഷമായി. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ കലഹത്തിന് ഇവിടെ തിരിതെളിഞ്ഞു. കഫയിൽ വെച്ച് തമ്മിൽ കണ്ടപ്പോൾ ജെറി ക്ഷമാപണവുമായി വന്നെങ്കിലും കാര്യം പ്ലാവ് മുറിക്കുന്നതിൽ തന്നെ എത്തി. MD വിളിക്കുന്നു. മറൈൻ ഡ്രൈവിൽ ചക്ക മഹോത്സവം നടക്കുന്നുണ്ട്. ഒരാഴ്ചത്തെ പ്രോഗ്രാം കണ്ടന്റ് ഫുൾ ചക്കയായിരിക്കണമെന്ന് മടിച്ച് RJ മാധവും ജെറിയും തുടങ്ങുകയാണ്. ചക്കയാണ് വിഷയം. ഒടുവിൽ ചക്കയും പ്ലാവും വലിയ വിഷയമായി. പ്രോഗ്രാം വഴക്കിൽ അവസാനിക്കുന്നു. പ്ലാവ് ചക്ക വിഷയം റെസിഡൻഷ്യൽ അസോസിയേഷൻ ഏറ്റെടുക്കുന്നു. ചാഞ്ഞുകിടക്കുന്ന കൊമ്പ് മുറിക്കാൻ തന്നെ തീരുമാനം. എന്നാൽ പ്ലാവ് തന്നെ മുറിച്ചേക്കാമെന്ന് ജെറിയുടെ പക്ഷം. ഇതിനിടയിലും കറിയാച്ചൻ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. കലിപൂണ്ട് മാധവും പ്രിയയും. കിട്ടുന്ന വിലയ്ക്ക് വില്ല വിറ്റുകളയാൻ പറയുകയാണ് കറിയാച്ചൻ. ഇരു വീട്ടുകാർ തമ്മിലുള്ള വഴക്ക് മുറുകുന്നു. ഇനി പ്ലാവ് മുറിക്കുന്ന പ്രശ്നമില്ല എന്ന വാശിയിലാണ് ഇപ്പോൾ അവർ. വഴക്ക് മുറുകുന്നു. 2 ദിവസത്തിനുള്ളിൽ പ്ലാവ് മുറിക്കണമെന്ന് മാധവ്. ഇതോടെ RJ മാധവ് RJ ജെറി കോമ്പിനേഷൻ പൊളിയുന്നു. ആ കോമ്പിനേഷൻ ഇല്ലാതെ ഹെലോ FM-ന് 2 പേരെയും ആവശ്യമില്ല എന്നതാണ് സത്യം. ഇക്കാര്യം ഡയറക്ടർ ബോർഡുമായി സംസാരിക്കുന്നു. ഹലോ നമസ്തേ തുടങ്ങാൻ സമയമായി. RJ കോംബോ ഇനിയില്ല. എന്തു ചെയ്യും? അഭുവിനെ വെച്ച് പ്രോഗ്രാം ചെയ്യാനൊരുങ്ങി ജയമോഹനൻ സാർ. പ്രോഗ്രാം റൺ ചെയ്യുന്നു. മാധവ് CKM പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ രമേശനെ കണ്ട് പ്ലാവ് മുറിക്കുന്ന പ്രശ്നം അവതരിപ്പിക്കുന്നു. ഇതിനിടയിൽ വക്കീലിനോട് അഡ്വൈസ് തേടുന്ന ജെറിയും അന്നയും. പാർട്ടി ജില്ലാ സെക്രട്ടറി മാധവിന്റെ വീടിന്റെ മുറ്റത്ത്. സത്യം ന്യൂസ് ഷാഹിദ ഇത് കാണുന്നു. മരം മുറി പാർട്ടി ഏറ്റെടുത്ത കാര്യം രമേശൻ ഷാഹിദയോട് പറയുകയാണ്. ഉടൻ ഷാഹിദ ടീമിനെ വിളിക്കുന്നു. യുവ RJയുടെ വീട് CKM വളയുന്നു എന്ന ന്യൂസും കൊടുക്കുന്നു. രമേശനും കൂട്ടരും ജെറിയുടെ വീട്ടിൽ. എന്നാൽ ജെറി വിരട്ടിയോടിക്കുന്നു. ഇതിനിടയിൽ TV-യിൽ സ്ക്രോൾ പോകുന്നത് കാണാം. പാർട്ടിയല്ല, പട്ടാളം വന്നാലും പ്ലാവ് മുറിക്കില്ല എന്ന് അന്ന. ഭീഷണിയുടെ സ്വരവുമായി രമേശനും കൂട്ടരും പുറത്തേക്ക്. സത്യം റിപ്പോർട്ടർ ബൈറ്റ് എടുക്കുകയാണ്. പ്ലാവ് മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യം രമേശനോട്. എന്നാൽ പ്ലാവിന്റെ കാര്യത്തിനല്ല തങ്ങൾ വന്നത്. ഈ 2 വില്ലകൾ ഇരിക്കുന്നത് പുറമ്പോക്ക് ഭൂമിയിലാണത്രേ. ഈ RJകൾ ഭൂമാഫിയയുടെ ഇരകളാണ് എന്നൊക്കെ. എല്ലാവരും ഒന്ന് ഞെട്ടി. ഇതും സത്യം ന്യൂസ് വാർത്തയാക്കുന്നു. പുതിയ വിവാദമുണ്ടാക്കി പാർട്ടി ജില്ലാ സെക്രട്ടറി പോയി. RJ മാധവും RJ ജെറിയും തമ്മിൽ നേരിട്ടുള്ള യുദ്ധം രൂക്ഷമായി. ഇതും സത്യം ന്യൂസ് ഷാഹിദ മനോഹരമായി ഒപ്പിയെടുത്തു. അടിപിടിയെ തുടർന്ന് ജെറിയും മാധവും ആശുപത്രിയിൽ. ജെറിയെയും അന്നയെയും സഹായിക്കാൻ അച്ഛനും കപ്പ്യാരും കൂട്ടരുമൊക്കെ വന്നു. വാർത്ത വൈറലാകുന്നു. അനധികൃത ഭൂമി കയ്യേറ്റം തടയുക എന്ന മുദ്രാവാക്യവുമായി CKM സമരം. രമേശിനോട് കാര്യം തിരക്കുന്ന മാധവിനോട് ചാനലുകാര് വന്നപ്പോൾ പേടിച്ച് ഭൂമാഫിയുടെ കാര്യം പറഞ്ഞതാണ്. കുറച്ചു ദിവസം അതിൽ തൂങ്ങി നിൽക്കണം, ഇല്ലെങ്കിൽ പാർട്ടിക്ക് ക്ഷീണമാണെന്ന് രമേശൻ. വില്ല പുറമ്പോക്ക് ഭൂമിയിലാണെന്ന പ്രസ്താവന മറ്റ് താമസക്കാരെയും ബാധിക്കുന്നു. വില്ല പ്രൊജക്ട് കമ്പനിയിൽ നിന്ന് മാധവന് ഫോൺ കോൾ. നിങ്ങൾ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടുത്തി, കോർട്ടിൽ കേസ് ഫയൽ ചെയ്യുമെന്ന്. മാധവ് നിയന്ത്രണം വിട്ടിരിക്കുകയാണ്. ഭീഷണി വകവയ്ക്കുന്നില്ല.
ഇതിനിടയിൽ അൻവർ പോക്കറ്റ് മണി കൊടുത്ത് സമരം അവസാനിപ്പിക്കുന്നു. ഇരു വീടുകളിലും അസ്വാരസ്യങ്ങൾ. ജോലിയിൽ നിന്ന് പിരിഞ്ഞതുകൊണ്ട് ഇരു കുടുംബങ്ങളും സാമ്പത്തികമായി ബുദ്ധിമുട്ടാൻ തുടങ്ങിയിരിക്കുന്നു. EMI മുടങ്ങി. അങ്ങനെ പല പ്രശ്നങ്ങൾ. മാധവ് കാർ വിൽക്കാനൊരുങ്ങുന്നു. എന്നാൽ പ്രിയ അത് തടയുന്നു. രണ്ടു വീട്ടുകാരും ലൂർദ് ആശുപത്രിയിലേക്ക്. പരസ്പരം കണ്ടു, മിണ്ടുന്നില്ല. ജയമോഹനൻ സാർ വിളിച്ചിട്ട് വന്നതാണ്. ആമിന മോൾ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുകയാണിന്ന്. ഹെലോ എഫ്എമ്മിലെ ശ്രോതാവായ ആമിന മോൾക്ക് RJ മാധവനെയും ജെറിയെയും ഒന്ന് കാണണം. ആമിന മോൾക്ക് ലൈഫ് കൊടുക്കാൻ മുന്നിൽ നിന്ന് മാധവും ജെറിയും ചേർന്ന് ഇക്കാര്യം FM-ൽ പ്രസന്റ് ചെയ്യാൻ MD പറയുന്നു. പ്രോഗ്രാം ഇൻട്രോ റെക്കോർഡ് ചെയ്യുന്നു. എന്നാൽ മാധവ് പിന്മാറുന്നു. പിന്നാലെ ജെറിയും. അവർക്കൊരുമിച്ച് പ്രോഗ്രാം ചെയ്യാനാകില്ല. ആമിന മോളുടെ മുഖം വാടി. ജയമോഹനൻ സാറും പരിഭവം പറയുന്നു. രണ്ടു കുടുംബങ്ങളും രണ്ടു വഴിക്ക്. ഒടുവിൽ വില്ല വിൽക്കാൻ തീരുമാനിച്ച് മാധവും പ്രിയയും. കറിയാച്ചൻ ചേട്ടനെ വിളിച്ച് വില്ല വിൽക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയാണ്. വിലയും ഉറപ്പിച്ചു. രാവിലെ 10 മണിക്ക് ഭാര്യ ആലീസുമൊത്ത് കറിയാച്ചൻ ചേട്ടൻ അഡ്വാൻസ് തരാൻ വരും. എന്നാൽ ഇവിടം വിട്ടുപോകാൻ മനസ്സു വരുന്നില്ലെന്ന് പറയുകയാണ് പ്രിയ. എന്നാൽ പോകാൻ ഉറച്ച് മാധവും. രാവിലെ തന്നെ പ്ലാവ് മുറിക്കാനുള്ള ആളും എത്തുമെന്ന് ജെറി. പ്രശ്നങ്ങൾ തീരട്ടെ എന്നാണ് ഇവരുടെ ആഗ്രഹം. രാവിലെ പ്ലാവ് മുറിക്കാൻ ആളെത്തിയത് കണ്ട് മാധവ് പറയുന്നു, മരം വെട്ടണ്ട. ഇതിപ്പോ ആരുടെ പ്ലാവ്? നിങ്ങളതങ്ങ് മുറിക്കും. മരം മുറിക്കണ്ട, ഞങ്ങൾ ഇവിടം വിട്ടു പോകും. ഇത് കേട്ട ജെറിയുടെയും അന്നയുടെയും മുഖം വാടുന്നത് കാണാം. കറിയാച്ചനും ആലീസ് ചേച്ചിയും എത്തി. ആലീസ് ചേച്ചി നല്ല മനസ്സുള്ള ആളാണെന്നാണ് പറയുന്നത്. മാധവും പ്രിയയും തങ്ങളുടെ സ്വപ്നഭവനം വിൽക്കുകയാണ്. പ്രിയ അഡ്വാൻസ് വാങ്ങുന്നു. കൈനീട്ടുമ്പോൾ കണ്ണു നിറയുന്നതായി കണ്ട ആലീസ് ചേച്ചി, ഈശോ കൊച്ചു കരയുന്നു എന്ന് പറഞ്ഞ് പണം നീട്ടിയ കൈ പിൻവലിക്കുന്നു. ഗതികെട്ടുള്ള വിൽപ്പനയാണല്ലേ, അതാ കണ്ണു നിറഞ്ഞത് എന്ന്. മരം വെട്ടുന്നതും കണ്ടതോടെ ആലീസ് ചേച്ചിയുടെ മനസ്സലിഞ്ഞു. ഈ കച്ചവടം ശരിയാകുമെന്ന് തോന്നുന്നില്ല എന്ന് ആലീസ് ചേച്ചി. വഴക്കും കാര്യങ്ങളുമൊക്കെ ശോഭച്ചേച്ചി പറഞ്ഞ് ആലീസ് അറിഞ്ഞു. പിന്നെ കുറച്ചുനേരം ആധ്യാത്മിക ചിന്തകളും ഉപദേശങ്ങളും പങ്കുവയ്ക്കുകയായിരുന്നു ആലീസ് ചേച്ചി. ഇത് കേട്ട രണ്ട് കുടുംബങ്ങളുടെയും മനസ്സു മാറുന്നു. വീട് വാങ്ങാതെ ആലീസും കറിയാച്ചനും പോകുന്നു. നാളുകളായി മാഞ്ഞുപോയ ചിരി 4 മുഖത്തും വിരിഞ്ഞു. 2 വീടുകൾക്കിടയിൽ കെട്ടിയ മതിൽ RJ മാധവും ജെറിയും ചേർന്ന് പൊളിക്കുന്നു. മനസ്സിൽ കെട്ടിയ മതിലും പൊളിയുന്നു. മുഖത്ത് പഴയ ചിരി അല്ല, പുതിയ ചിരി വിരിഞ്ഞതോടെ എല്ലാം ശുഭം. MD ജയമോഹനൻ സാറിന്റെ വീട്ടിൽ വിരുന്നാണ്. എല്ലാം ചക്ക കൊണ്ടുള്ള ഐറ്റംസ്. കൃത്യം ആ മതിലിനടുത്ത് പ്ലാവ് നട്ടയാളെ ശപിക്കുകയാണ് ജയമോഹനൻ സാർ. ഇതാണ് ആ പ്ലാവ് നട്ടയാൾ, മോഹനൻ. അത് തന്റെ അച്ഛനാണെന്ന കാര്യം ജയമോഹനൻ സാർ അറിയുന്നില്ല.